സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 18 ആക്റ്റീവ് കേസുകൾ ഇപ്പോൾ ഉണ്ട് എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം 18 പേർ ചികിത്സയിലാണ്. അപ്പോൾ സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച 18 പേർ ചികിത്സയിലുണ്ട് എന്നുള്ളത് ഗൗരവമേറിയ ഒരു വാർത്തയായിട്ട് വരുന്നു. വയനാട്, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം, കൊല്ലം എന്നീ ജില്ലകളിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം 41 കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. രോഗം ബാധിച്ചവർക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സയെല്ലാം നൽകുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. പ്രത്യേകിച്ചും റിസോർട്ടുകൾ, ഹോട്ടലുകൾ, വാട്ടർ തീം പാർക്കുകൾ, നീന്തൽ പരിശീലന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ ജലം അത് അടിയന്തരമായിട്ട് ക്ലോറിനേറ്റ് ചെയ്യണം. അത് അടിയന്തരമായിട്ട് ക്ലോറിനേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഇടയ്ക്കിടെ അത് തുടരുകയും വേണം. ഇത് പാലിക്കാത്തവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന മുഴുവൻ കുളങ്ങളും ജലസ്രോതസ്സുകളും വൃത്തിയാക്കണമെന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. ഓണാവധിക്ക് ശേഷം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണം സംഘടിപ്പിക്കാനാണ് ആരോഗ്യവകുപ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഈ മാസം 30, 31 തീയതികളിൽ സംസ്ഥാനത്തെ മുഴുവൻ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുകയും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കുകയും ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട്.